അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് അറബി വ്യാകരണത്തിലെ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു പാഠമാണ് പഠിപ്പിക്കുന്നത്. ലെസൺ 11 പാഠം 11 അതിൻ്റെ പേര് അൽ ഇദാഫത്ത് എന്നാണ്. അൽ ഇലാഫത്ത്. അപ്പോൾ പഠനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പാഠത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് ഇലാഫത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മുലാഫ് അല്ലെങ്കിൽ മുലാഫിൻ ഇലൈഹി എന്നിവ തിരിച്ചറിയാൻ കഴിയും. പിന്നെ ഇലാഫത്തിൻ്റെ പ്രധാന നിയമങ്ങളും മനസ്സിലാക്കാം. ഇലാഫത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇൻ്റെ ഉടേ ഇത്തെ എന്ന പ്രയോഗമാണ്. ഇൻ്റെ ഉടേ ഇത്തെ, പിന്നെ രമയുടെ രമയുടെ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഉടയത്തെ എന്ന് പറയുന്ന ഉദാഹരണമായിട്ട് അള്ളാഹുവിൻ്റെ പുസ്തകം. അപ്പോൾ ഉടേ വന്ന് ഇന്ത്യ വന്ന് അള്ളാഹുവിൻ്റെ പുസ്തകം, മുഹമ്മദിൻ്റെ വീട്, സ്വർഗത്തിൻ്റെ കവാടം, ആമിനയുടെ വീട്. ഇവിടെ തന്നെ ഒക്കെ എൻ്റെ ഉടയത്തെ എന്ന പ്രയോഗം കാണാൻ പറ്റും. അപ്പോൾ ഇലാഫത്ത് എന്താണ്? രണ്ട് നാമങ്ങളെ ചേർത്ത് എൻ്റെ ഉടയത്തെ എന്ന ഉടമസ്ഥത അഥവാ ബന്ധം സൂചിപ്പിക്കുന്ന ഘടനയാണ് ഇലാഫത്ത്. രണ്ട് നൗണുകളുടെ ബന്ധാണ് ഇലാഫത്ത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കിതാബു ത്വാലിബി, വിദ്യാർത്ഥിയുടെ പുസ്തകം. കിതാബു ത്വാലിബി എന്താണ്? വിദ്യാർത്ഥിയുടെ പുസ്തകം. അപ്പോൾ ഇലാഫത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഏതെല്ലാണ്? ഒന്ന് മുലാഫാണ്, ഒന്ന് മുലാഫ് അൽ മുലാഫ്. രണ്ട് ഉദാഹരണം, മുലാഫിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കിതാബുൻ, അത് മുലാഫത്താണ്. ഇനി രണ്ടാമത്തെ ഭാഗം മുലാഫുൻ ഇലൈഹിയാണ്. മുലാഫുൻ ഇലൈഹി അത് രണ്ടാമത്തത്. അവിടെ എന്താ വരുന്നത്? അത്വാലിബി. നോക്കണേ അവരൊന്നും. അപ്പോൾ ആദ്യത്തെ പദം ആരുടേതാണെന്ന് അല്ലെങ്കിൽ എന്തിൻ്റേതാണെന്ന് വ്യക്തമാക്കുന്നു. ത്വാലിബിൻ്റെ കണ്ടോ നമ്മൾ ഇവിടെ കിതാബി ത്വാലിബി എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ പദം ആദ്യത്തെ പദം ആരുടേതാണെന്ന് അല്ലെങ്കിൽ എന്തിൻ്റെ പദമാണെന്ന് വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ പദം ത്വാലിബി. ഉദാഹരണമായിട്ട് അള്ളാഹുവിൻ്റെ പുസ്തകം എന്നുള്ളത് എന്താ പറയുക നമ്മൾ? കിതാബുല്ലാഹു. അള്ളാഹുവിൻ്റെ ദൂതൻ എന്നുള്ളത് നമ്മൾ എന്താ പറയുക? റസൂലുല്ലാഹി. പിന്നെ അള്ളാഹുവിൻ്റെ വീട് എന്നുള്ളത് നമ്മൾ എന്താ പറയുക? ബൈത്തുല്ലാഹി. പിന്നെ മനുഷ്യൻ്റെ വീട് എന്നുള്ളത് നമ്മൾ എന്താ പറയുക? ബൈത്തുർ റിജാലി. അപ്പോൾ ഇവിടെ നമ്മൾ മുലാഫത്തും ഉണ്ട്, അതുപോലെ തന്നെ മുലാഫത്തുൻ ഇലൈഹിമുണ്ട്. രണ്ടാമത്തെ നാമത്തിനാണ് മുലാഫത്ത് ഇലൈഹി എന്ന് പറയുന്നത്. പ്രധാന നിയമങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ മുലാഫിന് അല്ല് വരില്ല. ഉദാഹരണമായിട്ട് കിതാബു ത്വാലിബീനെ പറയുള്ളൂ. എന്ത് പറയില്ല? അൽ കിതാബി ത്വാലിബി അല്ല് വെച്ചിട്ട് പറയാൻ പറ്റില്ല എന്നർത്ഥം. എന്ത്? മുലാഫത്തിന് ഇലൈഹി. രണ്ടാമത്തെ നിയമം മുലാഫിന് തെൻവീൻ ഉണ്ടാവില്ല. ഉൻ തിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെൻവീനുകൾ ഉണ്ടാവില്ല എന്നർത്ഥം. മറിച്ച് കിതാബുൻ എന്ന് പറയില്ല, കിതാബു എന്നേ പറയുള്ളൂ. അതുപോലെ തന്നെ കിതാബുൻ എന്നേ പറയുള്ളൂ, കിതാബു എന്നേ പറയുള്ളൂ, കിതാബുൻ എന്ന് പറയില്ല എന്നർത്ഥം. മുലാഫത്തിന് ഇലൈഹി എപ്പോഴും ജറായിരിക്കും. മുലാഫത്തിന് ഇലൈഹിക്ക് ജറ കിട്ടുക. ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചല്ലോ റസൂലുല്ലാഹി, അതുപോലെ തന്നെ കിതാബുല്ലാഹി അള്ളാഹുവിൻ്റെ പുസ്തകം, ബൈത്തുല്ലാഹി. ഇവിടെയൊക്കെ നമ്മൾക്ക് കെസറാണ് രണ്ടാമത്തെ കിട്ടുന്നത്. ഉദാഹരണങ്ങൾ ബാബുൽ മസ്ജിദി പള്ളിയുടെ വാതിൽ, ബൈത്തുർ റജുലി മനുഷ്യൻ്റെ വീട്, കലമുൽ മുഅല്ലമി അധ്യാപകൻ്റെ പേന. പിന്നെ അതുപോലെ തന്നെ മിഫ്താഹു സയ്യാറത്തി, മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോല്, സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ താക്കോല്. തിരിച്ചറിയാനുള്ള മാർഗം എന്താ? രണ്ട് നാമങ്ങൾ ഒരുമിച്ച് വന്നാൽ ആദ്യത്തേത് മുദാഫായിരിക്കും, രണ്ടാമത്തെ മുദാഫിൻ ഇലൈഹി ആയിരിക്കും. ഓർമ്മിക്കാൻ എന്താ ഉള്ളത്?
മുലാഫിന് തെൻവീനില്ല, മുലാഫിൽ അല്ലും വരില്ല. മുലാഫിൻ ഇലൈഹി എപ്പോഴും മജറൂറായിരിക്കും. മജറൂർ എന്ന് പറഞ്ഞാൽ ജറ് കെസറായിരിക്കും. ഈ 3 നിയമങ്ങൾ ഓർത്താൽ നമുക്ക് മുലാഫ് എന്താണ്, മുലാഫ് ഇലൈഹി എന്താണ്, ഇലാഫത്ത് എങ്ങനെ ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.